ജനശ്രീ മിഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് പെരിയയിൽ സ്വീകരണം നൽകി. കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. പിന്മാറ്റം കാർഷിക രംഗത്ത് കേരളം പല കാര്യങ്ങളിലും നമ്മൾ സ്വയം തന്നെ പിന്മാറിയതിന്റെ ഫലമായി ഇന്ന് നമ്മൾ ദുരിതം അനുഭവിക്കുകയാണ്. ആഹാരത്തിന് വേണ്ടി അന്യനാടുകളെ ആശ്രയിക്കേണ്ട ഒരു നാടായി നമ്മുടെ നാട് മാറരുത്. അതിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കണമെന്നാണ് ജനശ്രീ ആവശ്യപ്പെട്ടത്. അതിൽ നമ്മൾ കൃഷിക്ക് പരമ്പരാഗതമായ കൃഷി രീതിയിലേക്ക് നമ്മുടെ നാടിനെ മടക്കിക്കൊണ്ടുവരണം. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് നമ്മൾ പ്രചരിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ചിലയിടത്തൊക്കെ ജൈവ വളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചു. അന്ന് നമ്മൾ ഈ ജൈവ കൃഷിക്ക് വേണ്ടി ശക്തമായി വാദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതെന്താ? കീടനാശിനികളുടെ പ്രയോഗം, രാസവളങ്ങളുടെ അമിത ഉപയോഗം അത് തടയണം. ഇന്നിപ്പോ എൻഡോസൾഫാനെതിരായി വ്യാപകമായി ഉയർന്നു കേൾക്കുന്ന പ്രതിഷേധത്തിന് മുമ്പ് തന്നെ, ആ പ്രതിഷേധം ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നതിന് എത്രയോ മുമ്പ് എൻഡോസൾഫാൻ പോലുള്ള മാരകമായ കീടനാശിനികൾ നിരോധിക്കണം എന്ന് ശക്തിയായി ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ജനശ്രീ പ്രസ്ഥാനം. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് പറഞ്ഞു, ജനങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുന്ന മാരകമായ എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനി ദേശീയ തലത്തിൽ നിരോധിക്കണമെന്ന് ജനശ്രീ പ്രസ്ഥാനം പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഈ കാസർഗോഡ് അതിന്റെ ദുരിതം അനുഭവിച്ചതാണ്. വാസ്തവത്തിൽ എൻഡോസൾഫാൻ കാര്യത്തിൽ പ്രൊഫസർ കെ വി തോമസ് നടത്തിയ പ്രസംഗം തന്നെ നമ്മൾ പറഞ്ഞതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണെങ്കിൽ ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റണം. അദ്ദേഹം കേന്ദ്ര കൃഷിമന്ത്രി ശരത് പവാറിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം എത്ര നിരപരാധികളുടെ നിർദോഷികളുടെ ജീവിതം തകർത്ത ഒന്നാണിത്. ഇപ്പോൾ കേരളത്തിൽ മാത്രം നമ്മുടെ നേതാവ് ശ്രീ എ കെ ആന്റണി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിരോധിച്ചു. പക്ഷെ കേരളത്തിൽ നിരോധിച്ചത് കൊണ്ട് മാത്രമായില്ല. സുസ്ഥിര വികസന യാത്രയിൽ അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? തമിഴ്നാട്ടിൽ കൃഷിക്കാര് എൻഡോസൾഫാൻ ഉപയോഗിക്കുകയാണ്. നമുക്ക് പച്ചക്കറിയും പഴവും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും അന്യനാടുകളിൽ നിന്നാണ്. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ നിരോധിക്കും. അപ്പോൾ ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കണം. ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്ക് പഞ്ചായത്ത് ഭരണത്തിലൂടെ സുസ്ഥിര വികസന ആശയങ്ങൾ, ജനശ്രീ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അത് നടപ്പിലാക്കാൻ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BS ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗംഗാധരൻ നായർ, CK അരവിന്ദൻ, വിഘ്നേശ്വര ഭട്ട്, സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു.